നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ 5 ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. 5 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇന്ന് 6ാം ദിവസമാണ്. ഇന്ന് ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നാണ് ആദ്യത്തെ വർക്കിംഗ് ഡേ വരുന്നത്. ഇന്നലെ അവധിയായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ് ഇന്നലെ വർക്കിംഗ് ഡേ ആണെന്നുള്ളത്. എന്ത് തന്നെയാലും ഇന്നലെയും കേരളത്തിൽ ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം അതിനേക്കാൾ 1 കോടി രൂപയുടെ താഴെ മാത്രമായിരിക്കും ഇന്നത്തെ കളക്ഷൻ വന്ന് നിൽക്കുക എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ബുക്ക് മൈ ഷോയിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ത് തന്നെയാലും ചിത്രം ഒരു വലിയ ഹിറ്റായി മാറി എന്നുള്ള കാര്യം നമുക്കറിയാം. ചില ആളുകൾക്ക് അതിപ്പോഴും അംഗീകരിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട്. അവർ അവരുടേതായിട്ടുള്ള ലോകത്ത് അവർ ജീവിച്ചു പോകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ ഈ ഒരു റിപ്പോർട്ട് കാണാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോയാണിത്. എന്ത് തന്നെയാലും ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യ എന്നിങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിലെയും പ്രത്യേകമായിട്ടുള്ള കണക്കുകൾ തരംതിരിച്ച് പറയുന്നുണ്ട്. വേൾഡ് വൈഡ് എത്ര കിട്ടി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഇന്നലത്തോടു കൂടി തന്നെ ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്റർ വന്നിരുന്നു. ചിത്രം 5 ദിവസം പിന്നിടുമ്പോൾ 200 കോടി നേടി എന്നുള്ള വാർത്ത. 5 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ 200 കോടി നേടിയെടുക്കുന്ന ആദ്യത്തെ മലയാള സിനിമയായിട്ട് ഈ സിനിമ മാറിയിരിക്കുന്നു. എല്ലാ റെക്കോർഡുകളും, അതായത് ഫസ്റ്റ് ഡേ തന്നെ 50 കോടി ക്ലബിൽ കയറിയ ചിത്രമാണ്. വളരെ വേഗത്തിൽ 100 കോടി ക്ലബിൽ കയറുന്ന ചിത്രമായിട്ട് മാറിയിരുന്നു. 4 ദിവസം പിന്നിടുമ്പോൾ തന്നെ 5 ദിവസം പിന്നിടുമ്പോൾ തന്നെ 200 കോടി ക്ലബിലേക്കും ചിത്രം കയറിയിരിക്കുന്നു. ഇനി സിനിമ 300 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു മാന്ത്രിക സംഖ്യയിലേക്കാണ്. അത് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇന്ന് വർക്കിംഗ് ഡേയിൽ കാണുന്ന ബുക്കിംഗ് അത് രീതിയിലുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. നമുക്ക് ഇപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് കർണാടകയിൽ ആദ്യ ദിവസം 4 കോടി രൂപ കളക്ഷൻ കിട്ടിയെന്നും നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആദ്യത്തെ 2 ദിവസത്തെ വീഡിയോസ് കളക്ഷൻ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ എന്തിനേലും ഇന്ന് അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. കർണാടകയിൽ ആദ്യ ദിവസം 4 കോടി കളക്ഷൻ കിട്ടി. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സ്റ്റേറ്റുകളിൽ നിന്ന് 1 കോടി 50 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം കളക്ഷൻ കിട്ടിയത്. തമിഴ്നാട്ടിൽ നിന്ന് 2 കോടി 25 ലക്ഷം രൂപ കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിന് സാധിച്ചപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 14 കോടി രൂപയാണ് ആദ്യ ദിവസം നേടിയത്. വമ്പൻ റെക്കോർഡാണ് അത് എന്നുള്ള കാര്യം ഓർക്കുക. നോർത്ത് ഇന്ത്യയിൽ നിന്ന്, അതായത് ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഉൾപ്പെടെയുള്ള കളക്ഷൻ നോക്കുമ്പോൾ 2 കോടി 75 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം കളക്ഷൻ വന്നത്. ആദ്യ ദിവസം ഇന്ത്യക്കകത്തു നിന്ന് മാത്രമായിട്ട് 24 കോടി 50 ലക്ഷം രൂപയോളമാണ് ചിത്രത്തിൻ്റെതായിട്ട് കളക്ഷൻ വന്നത്. ഇത് ഇന്ത്യക്കകത്ത് നിന്ന് കിട്ടുന്ന കളക്ഷനായാലും വേൾഡ് വൈഡ് കിട്ടുന്ന കളക്ഷനായാലും ഇന്ത്യക്ക് പുറത്ത് കിട്ടുന്ന കളക്ഷനായാലും എല്ലാ രീതിയിലും ആദ്യ ദിവസത്തെ റെക്കോർഡ് തൂക്കിയ ചിത്രം കൂടിയാണ് എമ്പുരാൻ എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. 2ാം ദിവസത്തേക്ക് വരുമ്പോൾ 1 കോടി 30 ലക്ഷം രൂപയായിട്ട് കർണാടക കളക്ഷൻ ഇടിയുന്നത് കാണാൻ സാധിക്കും. പക്ഷെ അത് പിന്നീടുള്ള ദിവസങ്ങളിൽ കൂടി വരുന്നതും കാണാൻ സാധിക്കും. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സ്റ്റേറ്റുകളിൽ 2ാം ദിവസം 50 ലക്ഷത്തിലേക്ക് കളക്ഷൻ താഴുന്നുണ്ട്. പക്ഷെ അത് പിന്നീടുള്ള ദിവസങ്ങളിൽ കൂടുന്നത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. തമിഴ്നാട്ടിൽ 90 ലക്ഷത്തിലേക്ക് കളക്ഷൻ കുറയുന്നു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അത് കൂടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ 9 കോടിയിലേക്ക് കളക്ഷൻ 2ാം ദിവസം കുറയുന്നുണ്ട്. അതും പിന്നീട് കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 1 കോടി 30 ലക്ഷമായിട്ട് കളക്ഷൻ കുറയുന്നുണ്ട്. അതും പിന്നീട് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. മൊത്തം കളക്ഷൻ നോക്കുമ്പോൾ 13 കോടിയാണ് 2ാം ദിവസം ഇന്ത്യക്കകത്ത് നിന്ന് കളക്ഷൻ കിട്ടിയത്. ഇവിടെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും 2ാം ദിവസം നോർമലായിട്ടുള്ള ഇടിവ് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല പിന്നീടുള്ള ദിവസങ്ങളിൽ അത് കയറി വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ശനിയാഴ്ചത്തെ കളക്ഷൻ നോക്കുന്ന സമയത്ത് കർണാടകയിൽ 2 കോടി 25 ലക്ഷം രൂപയുടെ കളക്ഷൻ ഉയരുന്നത് കാണാൻ സാധിക്കുമ്പോൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന സ്റ്റേറ്റുകളിൽ 50 ലക്ഷം രൂപ തന്നെയായിട്ട് കളക്ഷൻ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ 1 കോടി 30 ലക്ഷം രൂപയായിട്ട് ചിത്രത്തിന്റെ കളക്ഷൻ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ 9 കോടി 35 ലക്ഷം രൂപയിലേക്ക് 3ാം ദിവസം കളക്ഷൻ കൂടുന്നത് കാണാൻ സാധിക്കും. നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 2 കോടി 10 ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ കൂടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഓൾ ഇന്ത്യ കണക്കുകളിലും 15 കോടി 50 ലക്ഷം രൂപ എന്നുള്ള വലിയ ഒരു സംഖ്യയിലേക്ക് എത്തുന്നതും അവിടെ നമുക്ക് കാണാൻ സാധിക്കും.
ഇനി ആദ്യത്തെ ഞായറാഴ്ചത്തെ കണക്കാണ്. ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ കോമഡി സംഭവിച്ചിരിക്കുന്നത് കർണാടകയിലാണ്. ശനിയാഴ്ച കിട്ടിയ 2,25,00,000 രൂപയിൽ നിന്ന് ഒരു ചെറിയ ഇടിവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 1,80,00,000 രൂപയിലേക്ക് കർണാടകയിലെ കണക്ക് താഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സ്റ്റേറ്റുകളിൽ ചെറിയ ഒരു ഉയർച്ച കാണുന്നുണ്ട്. 60 ലക്ഷം രൂപയിലേക്ക് 4-ാം ദിവസം കളക്ഷൻ ചെറുതായിട്ട് കൂടുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ 1.5 കോടി രൂപയിലേക്ക് ഉള്ള ഉയർച്ച അവിടെ കാണാൻ സാധിക്കും. കേരളത്തിൽ വലിയ ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ്. 10,85,00,000 രൂപയോളം 4-ാം ദിവസം, അതായത് ആദ്യത്തെ ഞായറാഴ്ച ചിത്രത്തിന് കളക്ഷൻ കിട്ടുന്നു. നോർത്ത് ഇന്ത്യയിൽ 1,25,00,000 രൂപ എന്നുള്ള മാർജിനിലേക്ക് ചിത്രത്തിന്റെ കളക്ഷൻ താഴുന്നത് കാണാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും 16 കോടി എന്ന് പറയുന്ന 3-ാം ദിവസത്തേക്കാൾ ഉയർന്ന തുകയ്ക്ക് 4-ാം ദിവസം ക്ലോസ് ചെയ്യാൻ സിനിമയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഇനി തിങ്കളാഴ്ചയിലേക്ക് വരുമ്പോൾ, തിങ്കളാഴ്ച അവധിയല്ല എന്നുണ്ടെങ്കിൽ പോലും കർണാടകയിൽ കളക്ഷൻ കുറയുന്നുണ്ട്. അല്ല, അവധിയാണ് എന്നുണ്ടെങ്കിൽ പോലും കർണാടകയിൽ 1 കോടി രൂപയിലേക്ക് കളക്ഷൻ കുറയുന്നത് കാണാൻ സാധിക്കും. ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിലേക്ക് വെറും 30 ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ ഇടിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തമിഴ്നാട്ടിൽ 75 ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ ഇടിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലേക്ക് വരുമ്പോൾ 10,30,00,000 രൂപ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള മാർക്കറ്റിൽ തന്നെ പടം പിടിച്ചു നിൽക്കുന്നതും കാണാൻ സാധിക്കും. ഹിന്ദിയിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ 65 ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ ഭയങ്കരമായിട്ട് ഇടിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മൊത്തത്തിൽ ഇന്ത്യൻ കളക്ഷൻ 13 കോടി രൂപയായിട്ട് ചുരുങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും. 2-ാം ദിവസവും ഇന്ത്യക്കകത്ത് 13 കോടി രൂപയാണ് കിട്ടിയത്. 5-ാം ദിവസവും 13 കോടി രൂപ തന്നെ കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ കർണാടകയിൽ 5 ദിവസം കൊണ്ട് 10,35,00,000 രൂപയും, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സ്റ്റേറ്റുകളിൽ 3,40,00,000 രൂപയും, തമിഴ്നാട്ടിൽ 6,70,00,000 രൂപയും, കേരളത്തിൽ ഇതുവരെ 5 ദിവസം കൊണ്ട് 53,50,00,000 രൂപയും, ഹിന്ദിയിൽ 8,05,00,000 രൂപയും കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് നിന്ന് ഇതുവരെ 82 കോടി രൂപ കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ 53,50,00,000 രൂപ 5-ാം ദിവസം പിന്നിട്ടതോടുകൂടി തന്നെ ഈ ചിത്രം ഏറ്റവും വേഗത്തിൽ കേരള ബോക്സ് ഓഫീസിൽ 5 കോടി നേടുന്ന ചിത്രമായിട്ട് മാറി. നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു. ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു അതിനുള്ള സാധ്യതകൾ വളരെയധികമാണ് എന്നുള്ളത്. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. 53,50,00,000 രൂപ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള മാർജിനിൽ സിനിമ 5 ദിവസം കഴിഞ്ഞപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. 6-ാം ദിവസത്തെ ബുക്കിംഗും അതനുസരിച്ച് തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് കേരള ബോക്സ് ഓഫീസിൽ എത്ര ദിവസം കൊണ്ട് 100 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ 100 കോടി എത്തുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. GCCയിൽ നിന്ന് മാത്രമായിട്ട് 100 കോടി വരും ദിവസങ്ങളിൽ തന്നെ അടിക്കും. നോക്കേണ്ടത് ദുബായിൽ നിന്ന് മാത്രമായിട്ട് 100 കോടി അടിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ 100 അടിക്കുന്നതിന് മുമ്പ് തന്നെ ദുബായ് മാർക്കറ്റിൽ നിന്നും ഈ ചിത്രം 100 കോടിയിലേക്ക് എത്താൻ സാധ്യത കാണുന്നുണ്ട്. 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് 200 കോടിയാണ് അടിച്ചിരിക്കുന്നത്. 5 ദിവസം കൊണ്ട് ഓവർസീസിൽ നിന്ന് മാത്രം 118 കോടിയും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് 82 കോടിയും നേടിയെടുക്കാൻ സാധിച്ച ഈ സിനിമയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമായിട്ട് 68 കോടി രൂപയും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് 50 കോടിയും നേടിയെടുക്കാൻ സാധിച്ചു. ഇപ്പോഴത്തെ ഇന്നലത്തെ നമ്മുടെ ഒക്യുപ്പൻസി കണക്കൊന്ന് പറയാമെന്ന് കരുതുന്നു. കേരളത്തിലെ മാത്രം ഒക്യുപ്പൻസിയാണ് നമുക്ക് കിട്ടത്തുള്ളൂ. മോർണിംഗ് ഷോയ്ക്ക് 56.84%, അതായത് 57%, ആഫ്റ്റർനൂൺ ഷോയ്ക്ക് 71.58%, ഈവനിംഗ് ഷോയ്ക്ക് 71.03%, നൈറ്റ് ഷോയ്ക്ക് 67.88% ചിത്രത്തിന്റെ കേരളത്തിലെ ഒക്യുപ്പൻസി. ഓവറോൾ ഒക്യുപ്പൻസി നോക്കുന്ന സമയത്ത് 66.83% എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള കളക്ഷൻ ഒക്യുപ്പൻസി നമുക്ക് കാണാൻ സാധിക്കും. 5-ാം ദിവസത്തെ കാര്യമാണ് ഈ പറയുന്നത്. സാധാരണയായിട്ട് ഇത് കാണുന്നത് റിലീസിംഗ് ഡേയിലാണ് ഈ ഒരു രീതിയിലുള്ള ഒക്യുപ്പൻസി നമ്മൾ കാണാറ്. അവിടെയാണ് 5-ാം ദിവസം ഈ കളക്ഷൻ കിട്ടുന്നത്. ഓക്കെ, കാത്തിരിക്കാം നമുക്ക് മറ്റുള്ള വിശേഷങ്ങളിലേക്ക്. ഇനി ചിത്രം അടുത്തതായി കടക്കേണ്ടത് 250 കോടി എന്ന് പറയുന്ന മാർജിനിലേക്കാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് പിന്നിടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ വരുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.